ക്രംസ് ഉണ്ടാവും, ഒന്ന് തട്ടിയിട്ട് വേണം എടുക്കാൻ കേട്ടോ. ഇവിടെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഡോട്ട്സ് ഇങ്ങനെ കുത്തി കൊടുക്കാം. എന്നിട്ട് ഷുഗർ സിറപ്പ് ആക്കി കൊടുക്കാം കേട്ടോ. ഇതാ അടുത്തത് ക്രീം, മേലെ തന്നെ ക്രീം ആക്കി കൊടുക്കുക. പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ക്രീം ഇട്ട് കൊടുക്കുക. പാലക് നൈഫ് ഒന്നും ചെയ്താ ടവൽ വെച്ചിട്ട് തുടച്ചിട്ട് ക്ലീൻ ആക്കിയതിന് ശേഷം മേലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാം. നമ്മളെ കേക്ക് ടേബിൾ നല്ല ബാലൻസ് ചെയ്തിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കാം. റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സ്പെൻസ് ആയിട്ടുള്ള ക്രീം സൈഡിലേക്ക് ഇറങ്ങും. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് ഐസിങ് നൈഫ് വെച്ചിട്ട് എന്ത് ചെയ്യാം ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞങ്ങൾക്ക് സൈഡിലും പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ഇടുക. ഇത് ഫസ്റ്റ് കോട്ടാണ് കേട്ടോ. ഫസ്റ്റ് ക്രീം ഇടുന്ന ഇതാണ്, ഫസ്റ്റ് കോട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഒന്ന് ഫിനിഷ് ആക്കി ഇട്ടാൽ മതി. ഫസ്റ്റ് കോട്ടാണത്. എന്നിട്ട് ഫസ്റ്റ് കോട്ട് ഇട്ട് ഒരു അരമണിക്കൂർ ഫ്രീസറിൽ കേട്ടോ, ഫ്രീസറിൽ തണുക്കാൻ വെക്കുക. ഫ്രിഡ്ജിലല്ല, ഫ്രീസറിൽ തണുക്കാൻ വെച്ചതിന് ശേഷമാണ് സെക്കൻഡ് കോട്ട് ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇതുപോലെയുള്ള സ്ക്രാപ്പർ നിങ്ങളുടെ കയ്യിൽ വൈറ്റ് ഒക്കെ ഉണ്ടാവും. ഞാൻ യൂസ് ചെയ്യുന്നത് ഇതേപോലെ കാർഡാണ്. നല്ല ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഇങ്ങനെ പൊടിക്കാനൊക്കെ പറ്റിയ കാർഡാണ്. ഈ കാർഡ് യൂസ് ആക്കിയിട്ട് സൈഡ് ക്ലീൻ ചെയ്ത് ഇതാ ഫിനിഷ് ആക്കി എടുക്കുക കേട്ടോ. ജസ്റ്റ് ഇതാ നമ്മളെ കാർഡ് ഇങ്ങനെ കേക്കിൽ വെക്കുക. കേക്കിൽ എന്നാൽ ജസ്റ്റ് വെച്ചാൽ മതി, ഓവർ പ്രഷർ കൊടുക്കരുത്. എന്നിട്ട് നമ്മളെ ടേബിൾ ഇങ്ങനെ തിരിച്ചു കൊടുക്കുമ്പോൾ കണ്ടോ ഫിനിഷിങ് ആയി വരുന്നുണ്ട് കേട്ടോ. നമ്മളെ സൈഡൊക്കെ നല്ല ഫിനിഷിങ് ആയിട്ട് വരും. ഇത് ഫസ്റ്റ് കോട്ടാണ്. ഫസ്റ്റ് കോട്ട് നമുക്ക് ജസ്റ്റ് ക്രംസ് മാത്രം ഒന്ന് മറിഞ്ഞാൽ മതി. എന്നിട്ട് ആ ക്രീം കളഞ്ഞതിന് ശേഷം മേലേ ഭാഗം ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. ഓരോ ടൈം ചെയ്യുമ്പോഴും അതിൻ്റെ ക്രീം ഇങ്ങനെ തുടച്ചു കൊടുക്കണേ. ഇതാ ക്ലീൻ ആക്കിയതിന് ശേഷം ഒന്ന് തുടച്ച് ഒന്നുകൂടെ റൊട്ടേറ്റ് ചെയ്തിട്ട് ഉള്ളിലേക്ക് വലിച്ചു കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് കോട്ടാണ് ഇത്ര മതി. ഇതാ സൈഡൊക്കെ കണ്ടില്ലേ, സൈഡൊക്കെ ഫിനിഷിങ് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ബോർഡ് ക്ലീൻ ചെയ്തതിന് ശേഷം ഫ്രീസറിൽ വെച്ച് കൊടുക്കാം കേട്ടോ. അരമണിക്കൂർ കേട്ടോ. നമ്മൾ കേക്ക് ബോർഡൊക്കെ ക്ലീൻ ആക്കിയിട്ട് നമ്മൾ അരമണിക്കൂർ ഫ്രീസറിൽ വെച്ചെടുത്തിട്ടുള്ള കേക്കാട്ടോ. ഇനി നമുക്ക് ഇതിന്റെ മേലെ സെക്കൻഡ് കോട്ട് ഇട്ട് കൊടുക്കാം. ഫൈനലായിട്ട് കോട്ട് അത് നോർമൽ എന്തെങ്കിലും നമ്മളെ പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. അടിയിൽ നിന്ന് ഇട്ട് കൊടുക്കാം. പൈപ്പിംഗ് ബാഗ് യൂസ് ആക്കിയിട്ട് ഫുള്ള് ക്രീം ഇട്ടിട്ട് എന്ത് ചെയ്യാം ആദ്യം കവർ ചെയ്ത് കൊടുക്കാം കേട്ടോ കേക്ക്. നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ പഠിക്കുന്നത് കൊണ്ട് ഉള്ളിലുള്ള ഫില്ലിങ് കുറച്ചിട്ട് പുറത്ത് കൊടുക്കുന്ന ഐസിങ് അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ ഇട്ട് കൊടുക്കാം. കാരണം നമുക്ക് ഫിനിഷിംഗ് ആണ് പഠിക്കേണ്ടത് ഇത് കേക്ക് ചെയ്യുമ്പോൾ. അപ്പോൾ എന്ത് ചെയ്യാം അതിനനുസരിച്ച് ക്രീം ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഇതാ നമ്മൾ പാലക് നൈഫ് ഉണ്ടല്ലേ, ക്ലീൻ ആയിട്ടുള്ള പാലക് നൈഫ് എടുത്തിട്ട് ഐസിങ് നൈഫ് എടുത്തിട്ട് ജസ്റ്റ് ഇതാ കേക്കിലൊന്ന് ഇങ്ങനെ ആക്കി കൊടുക്കുക. നമ്മുടെ ക്രീമൊക്കെ കേക്കിലേക്കൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ സൈഡ് വലിച്ചു കൊടുക്കാം.